ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്. നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടാറോ റീഡിംഗ് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ്. വളരെ അവിചാരിതമായി നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോ എത്തിയിട്ടുണ്ടെങ്കിൽ ഡിവൈന് നിങ്ങളുടെ ബന്ധത്തിൽ ചിലത് പറയാനുണ്ട്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി ഈ ഒരു റീഡിങ്ങിലേക്ക് കണക്ട് ചെയ്യുക. ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ളതും നിങ്ങളെ വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഡിവൈന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ പേര് ഒരു 3 പ്രാവശ്യം മനസ്സിൽ പറയുക. നിങ്ങൾ എപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന അവരോടൊപ്പമുള്ള ആ ഒരു സുന്ദര നിമിഷങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. തീർത്തും കാമായി പോസിറ്റീവായിരിക്കുക. ആദ്യം നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറന്റ് സ്റ്റാറ്റസ്, ഇപ്പോഴുള്ള സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. ദ കറന്റ് സ്റ്റാറ്റസ് ഓഫ് യുവർ റിലേഷൻഷിപ്പ്. ഇവിടെ വന്നിരിക്കുന്ന കാർഡുകൾ ദ വീൽ ഓഫ് ഫോർച്യൂൺ, ദ സ്റ്റാർ, 9 ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് പെന്റക്കിൾസ്. ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ഷിഫ്റ്റ് ഫേസിലാണ്. വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് ഫേറ്റ് ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ സംഭവിച്ചതെല്ലാം തന്നെ അവിചാരിതമായിട്ടല്ല, ഇതൊരു കാർമിക് കണക്ഷനാണ് എന്ന് സൂചിപ്പിക്കുന്നു. ദ സ്റ്റാർ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ തന്നെയും പ്രതീക്ഷ എന്നത് ഇപ്പോഴും എലൈവായിട്ട് തന്നെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ഒരാളുടെ ഹൃദയത്തിൽ മറ്റൊരാൾ ഇന്നും വളരെ സ്പെഷ്യലാണ്. 9 ഓഫ് കപ്സ് ഒരു വളരെ ആഴത്തിലുള്ള ഡീപ്പ് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനെ സൂചിപ്പിക്കുന്നു. പക്ഷേ ഇത് ഫുള്ളായി എക്സ്പ്രസ് ചെയ്യുന്നില്ല. അത് നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിംഗ് ആയിരിക്കാം. ഇതൊരു ബ്രേക്കപ്പായി പോയ ഒരു റിലേഷൻഷിപ്പ്, അതല്ലെങ്കിൽ വൺ സൈഡഡ് ലവ്. അതായത് ഒരാൾക്ക് ഒരാളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇപ്പോഴും അത് തുറന്നു പറയാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. അങ്ങനെയുള്ള ആളുകളുടെ എനർജിയും ഈ ഒരു റീഡിങ്ങിലേക്ക് വരുന്നുണ്ട്. 9 ഓഫ് കപ്സ് അതാണ് ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷനെയാണ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്, പക്ഷേ അത് പ്രകടിപ്പിക്കുന്നില്ല. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ്. ഇവിടെ ഒരു സ്ട്രോങ് ഫെമിനൈൻ എനർജിയെ സൂചിപ്പിക്കുന്നു. ഈ ഒരു റിലേഷൻഷിപ്പിലെ ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കെയറിംഗ് ആയിട്ടുള്ള ഒരു വെയിറ്റിംഗ് എനർജിയെ സൂചിപ്പിക്കുന്നു. ഓവറോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഈ ഒരു ബന്ധം അവസാനിച്ചിട്ടില്ല. ഒരു കൺഫ്യൂഷനിൽ അങ്ങനെ ഒരു പോസായി നിൽക്കുന്ന അവസ്ഥ. ഇതൊരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് കാണിച്ചു തരുന്നത്. പരസ്പരം ഒത്തുചേരാനാവാതെ ഒരുപാട് വിഷമിച്ച് പരസ്പരം വിട്ടുമാറി നിൽക്കുന്ന ഒരു കാർമിക് ലവ്. ഇത് അത്ര പെട്ടെന്നൊന്നും സ്റ്റോപ്പ് ആവില്ല. ഇനി നമുക്ക് ഈ ഒരു ബന്ധത്തിന്റെ ഒരു ഫ്യൂച്ചർ എന്താണെന്ന് ചോദിക്കാം. വന്നിരിക്കുന്ന കാർഡുകൾ എന്ന് പറയുന്നത് കിങ് ഓഫ് കപ്സ്, ദ സ്ട്രെയിൻ കാർഡ്, 5 ഓഫ് പെന്റക്കിൾസ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ്. കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി വളരെ ഇമോഷണലി വളരെ ഡീപ്പായിട്ടുള്ള ഒരു പേഴ്സണാണ്. പക്ഷേ ഫീലിങ്സ് കൺട്രോൾ ചെയ്ത് വെക്കുന്ന ആൾ. ലവ് ഉണ്ട്, പക്ഷേ സൈലന്റ് ഇൻ ലവ് ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ സ്ട്രെങ്ത് കാർഡാണ്. നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകാൻ ശരിക്കും ഒരു പേഷ്യൻസ് ആൻഡ് ഇമോഷണലി മെച്യൂരിറ്റി വളരെ അത്യാവശ്യമാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഈഗോ കാരണം വിട്ടുപോയ ബന്ധങ്ങളും ഇതിനകത്ത് വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഈഗോ എന്ന് പറയുന്ന ഒരു സംഭവം അത് സുഹൃത്ത് ബന്ധത്തിലാണെങ്കിലും ദാമ്പത്യ ബന്ധത്തിലാണെങ്കിലും ഒരു ലവ് റിലേഷൻഷിപ്പിലാണെങ്കിലും രണ്ടിലൊരാൾക്ക് വന്നാൽ മതി ഈ ഒരു അസുഖം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബാക്കിയുള്ള ഫ്യൂച്ചർ സെപ്പറേഷൻ ഈ ഒരു ഈഗോ ചെയ്തോളും. എല്ലാ വികാരങ്ങളെയും അത് കൺട്രോൾ ചെയ്ത് വെക്കും, പുറത്തേക്ക് കാണിക്കില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എപ്പോഴും ഓവർ തിങ്കിങ് ആയിരിക്കും. ഇവരെന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന ഒരേ ചിന്ത. നെക്സ്റ്റ് വന്നിരിക്കുന്ന 5 ഓഫ് പെന്റക്കിൾസ് കാർഡ്. ഒരിക്കൽ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ലോൺലെസ് ഫേസ് ഈ ഒരു ബന്ധത്തിൽ അത് അനിവാര്യമാണ്, അത് വരും. ചിലർക്കിത് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ടാകാം, ചിലർക്കിത് വരാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് തരുന്നു. നൈറ്റ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് ലാസ്റ്റ് ഒരു കംബാക്ക് എനർജിയാണ്. റൊമാൻറ്റിക് അപ്രോച്ച്, അതുപോലെ തന്നെ മെസ്സേജ്, അപ്പോളജി, റിട്ടേൺ, ഇതിനെല്ലാത്തിനെയും സൂചിപ്പിക്കുന്നു. എത്രയൊക്കെ സഫർ ചെയ്തെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 95% ആളുകൾക്കും ഒരു റീയൂണിയൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഡിസ്റ്റൻസ് വരും, പെയിൻ ഉണ്ടാകും, പക്ഷെ ജെന്യുവൻ ലവ് കാരണം വീണ്ടും വീണ്ടും കണക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു എനർജിയിൽ കാണിക്കുന്നു. റിയൽ ട്രൂത്തിലേക്ക് പോകുമ്പോൾ ഇതൊരു ഈസി റിലേഷൻഷിപ്പ് അല്ല, ഒരു കാർമിക് ലെസൺ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട്. അതായത് രണ്ടുപേരെയും ചില പാഠങ്ങൾ ഈ ഒരു ബന്ധം പഠിപ്പിക്കും. അതുപോലെ തന്നെ ടൈമിംഗ് ഇഷ്യൂവും കാണിക്കുന്നുണ്ട്. ഒരാൾ വെയിറ്റ് ചെയ്യുന്നു, മറ്റേയാൾ കൺഫ്യൂസ്ഡ് ആണ്. ഓവറോൾ എനർജി നോക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഫേക്ക് അല്ല, ശരിക്കും അതൊരു റിയൽ ലവ് തന്നെയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജി, ഞാനിത് വിട്ടയക്കാൻ ശ്രമിച്ചാലും എൻ്റെ ഹൃദയം അത് വിട്ടയക്കുന്നില്ല. അവർ തിരിച്ചു വരുമോ എന്നെനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരു കാലത്ത് അനുഭവിച്ച ആ ഒരു സ്നേഹം അത് യഥാർത്ഥമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ലവ് ഒരിക്കലും ഒരു വേസ്റ്റ് അല്ല. പക്ഷേ ആദ്യം നിങ്ങൾക്ക് തന്നെ വാല്യൂ കൊടുക്കുക. നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പിലൊക്കെ ആണെങ്കിൽ അവർക്ക് ടൈം കൊടുക്കുക. ചേസ് ചെയ്യാൻ പാടില്ല. സൈലൻ്റായി ഒബ്സർവ് ചെയ്യുക.
ഒരു സെൽഫ് വർത്തൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുക. ഹീലിംഗിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഹീലാകുമ്പോൾ മാത്രമാണ് നൈറ്റ് ഓഫ് കപ്സ് എനർജി ആക്ടിവേറ്റ് ആകുക. വളരെ സ്റ്റെബിലിറ്റിയോടുകൂടി സന്തോഷത്തോടുകൂടി നിൽക്കുന്ന നിങ്ങളുടെ അരികിലേക്ക് അവർ അട്രാക്റ്റായി വരണം. ഒരുപാട് ആഴത്തിൽ സ്നേഹിച്ച സുഹൃത്തുക്കളെ പോലെ എല്ലാം മറന്ന് ജീവിച്ച കുറച്ച് ആളുകളുടെ എനർജി ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ ആളുകൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ എനർജിയിലേക്ക് വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം, നിങ്ങൾക്കിടയിലെ ആ ഒരു സൈലൻസ് അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടും, തെറ്റിദ്ധരിക്കപ്പെടും. കാരണം എന്തും വിചാരിച്ചു കൂട്ടും. എല്ലാം തുറന്നു പറഞ്ഞിരുന്നപ്പോഴത്തെ ആ ഒരു എനർജിയല്ല, മിണ്ടാതെ ഒരു പിണങ്ങിയിരിക്കുന്ന സമയം ഒരാൾക്ക് ഒരാളെ പറ്റി തോന്നുക. എന്തൊക്കെയോ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു, എന്നെ വിട്ടു പോയിരിക്കുന്നു, മറ്റൊരാളെ സെലക്ട് ചെയ്തിരിക്കുമോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഇങ്ങനെ 100 ക്വസ്റ്റ്യൻ. ഇതൊരു ഓവർ തിങ്കിലേക്ക് പോകും. രണ്ടുപേരും രണ്ട് വഴിക്കിരുന്ന് ഇങ്ങനെ ഒരേപോലെ ചിന്തിക്കുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. മിററിംഗ് എഫക്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. തെറ്റിദ്ധാരണകൾ കൂടിക്കൂടി വരും. തുറന്ന സംസാരമില്ലാത്ത ബന്ധങ്ങൾ ക്രമേണ പോകെ ഫോറെവർ ബ്രേക്കപ്പിലേക്ക് പോയി കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു റീയൂണിയൻ എനർജിയിലേക്ക് അവർ മടങ്ങി വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലേക്ക് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി തെറ്റുകൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് കൊടുത്ത് യാതൊരു ഈഗോയ്ക്കും സ്ഥാനം കൊടുക്കാതെ വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരമായിരിക്കും. മനസ്സിനകത്ത് രണ്ടുപേർക്കും യാതൊരു ഭാരവുമില്ല. ലവ് റിലേഷൻഷിപ്പിന്റെ തുടക്ക കാലയളവിൽ ഈ ഒരു എനർജി ആയിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ആ ഒരു മൊമെന്റിനോളം വരില്ല പിന്നീടൊന്നും. 100% എടുത്താൽ ഒരു 5% മാത്രമാണ് അങ്ങനെ ലൈഫ് ലോങ് വളരെ സന്തോഷമായിട്ട് പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതവർ ആരെയും അറിയിക്കാറില്ല, ആരെയും ബോധ്യപ്പെടുത്താറുമില്ല. ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ സന്തോഷം പങ്കുവെക്കാറുമില്ല. കാരണം അത് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നും ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ മുന്നോട്ട് പോകുന്ന മനോഹരമായ ബന്ധങ്ങളാണ്. ഈ ഒരു റീഡിങ്ങിന്റെ ഫ്യൂച്ചർ ഔട്ട്കം നോക്കുമ്പോൾ വന്നിരിക്കുന്ന കാർഡ് ദ മജീഷ്യനാണ്. ഈ ഒരു ബന്ധത്തിൽ ആരോ ഒരാൾ ഒരു മൂവ്മെന്റ് കൊണ്ടുവരും, ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു എന്ന് കാണിക്കുന്നു. സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഒരു പവർ ഇപ്പോൾ നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നും കാണിക്കുന്നു. ബ്രേക്കപ്പ് കഴിഞ്ഞുള്ള ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഈ ഒരു സൈലൻസ് അത് നീണ്ടു നിൽക്കില്ല. സംവൺ വിൽ റീച്ച് ഔട്ട്, മെസ്സേജ് ഓർ കോൾ. മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എല്ലാം ക്ലിയർ ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാകും. പക്ഷേ ഒരു ട്വിസ്റ്റ് കാണിക്കുന്നത് ഒരു മാനിപ്പുലേഷൻ എനർജി, അതല്ലെങ്കിൽ ഒരു മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരു എനർജി ഇതിൽ ചില റിലേഷൻഷിപ്പിലുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ വരുന്ന സമയത്ത് അവരുടെ ആ ഒരു ആക്ഷൻസ് ശ്രദ്ധിക്കുക. ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടാണോ അതല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനാണോ എന്നൊക്കെ മനസ്സിലാക്കുക. നിങ്ങളുടെ ആ ഒരു സമയത്തെ ശരിക്കും ഒരു റെസ്പോൺസ് ആയിരിക്കും ഒരു ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുക. നിങ്ങൾ ബ്ലൈൻഡായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പഴയ പെയിൻ എല്ലാം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പവറിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ട്രോങ് ബിഗിനിങ് ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് റെസൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച യൂണിവേഴ്സിന് നന്ദി പറയുക. ദിവസേനയുള്ള ഡിവൈൻ ഗൈഡൻസിനും സോഡേക് ബേസ്ഡ് ആയിട്ടുള്ള ടാരോട്ട് റീഡിങ്ങിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യുക, ബാക്കിയുള്ളവ വിട്ടുകളയുക. നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന നിങ്ങളുടെ കരിയർ, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്നിവയിൽ വളരെ നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു ഘട്ടമാണ് എങ്കിൽ ഈ ഒരു ജനറൽ റീഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അത് എടുക്കാൻ പാടില്ല. ഇതൊരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് ആണ് അവിടെ അത്യാവശ്യം. നിങ്ങളുടെ എനർജിയുമായി കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടാരോട്ട് റീഡറിനെ സമീപിച്ച് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. ജീവിതത്തിൻ്റെ ദിശ അറിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നോട്ട് പോകുന്ന ആളാണ് നിങ്ങളെങ്കിൽ നല്ല ഒരു പേഴ്സണൽ ടാരോട്ട് റീഡിംഗ് വഴി നിങ്ങളുടെ പാസ്റ്റ്, പ്രസന്റ്, അതുപോലെ തന്നെ നിയർ ഫ്യൂച്ചർ എന്നിവയിലെല്ലാം തന്നെ ശരിക്കും ഒരു ഗൈഡൻസ് തരാൻ ഒരു ടാരോട്ട് റീഡറിന് സാധിക്കും. എൻ്റെ പേഴ്സണൽ റീഡിംഗ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് ആണ്. എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ നിങ്ങളുടെ പ്രാർത്ഥന ഉൾപ്പെടുത്തുന്നതിനായി പേരും നാളും കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളെ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. സന്തോഷവും സമാധാനവും നിറഞ്ഞ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിനായി ഈ ഒരു പ്രപഞ്ച ശക്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു യൂണിവേഴ്സ്.